3 മണിക്കൂറാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പിടിച്ചു നിർത്തി എയർപോർട്ടിൽ എന്തോ സംഭവം നടന്നു എന്നുള്ളത്. ഇപ്പം ഓഫീസേഴ്സ് ഉണ്ടല്ലോ കസ്റ്റംസ്, അവരെൻ്റെ പാസ്പോർട്ട് മേടിച്ചു, എൻ്റെ പെട്ടിയെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതെ അവർ ചെയ്യത്തില്ല. അത് പറയേണ്ടവർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടവർ കള്ള ഇൻഫർമേഷൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്തവസ്ഥ വന്നാലും ഞാൻ കള്ളത്തരത്തിലൊന്നും നേടുന്ന ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യൻ്റെയും. ഒരു 3 മണിക്കൂറോളം പിടിച്ചു നിർത്തി ടോർച്ചർ ചെയ്തിട്ടും ആരാണ് ഈ ഒരു പരാതി കൊടുത്തത് ഞാൻ ചോദിച്ചില്ലടാ. എനിക്കത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നെപ്പോലെ തന്നെ ഈ കാണുന്നവർക്കറിയാം അത് ആരാണ്, എവിടെ നിന്നാണ് മെയിൽ വന്നെങ്കിലും അതറിയാം. ഇങ്ങനൊരു പരാതി ആര് കൊടുത്താലും ഒരു മോശമാണ് കാണിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു കള്ളത്തരം കാണിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മളോട് ഈ ദ്രോഹം ചെയ്ത് ആരാണെന്ന് അറിയാം. നമ്മൾ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവരല്ല. എനിക്കറിയില്ല അവരെന്താണ് ഇങ്ങനെ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്രയും കസ്റ്റംസ് ഓഫീസേഴ്സ് ആരാണല്ലോ ഒന്ന് പതറിപ്പോ. നിങ്ങൾക്കറിയാം എയർപോർട്ടിൽ അതുപോലെ സ്കാനിങ് ആണ് ചെയ്യണം. എല്ലാം ഡ്രസ്സും എല്ലാം ബാഗും എല്ലാം എടുത്തിട്ട് സ്കാൻ ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും എന്താ പറയുക, ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് പോലും കള്ളത്തരത്തി രേണുസുതി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇത്രയും അസുഖമായിട്ട് ക്ഷീണമായിട്ട് വന്നിട്ട് പോലും ഒരു പ്രാവശ്യമല്ല, ഫുൾ ചെക്കപ്പ്, ഫുൾ ബോഡി നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. അവർ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ. ബാഗ് ഇതെല്ലാം ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് പരിശോധിച്ചു. എല്ലാം അരിച്ച് പെറുക്കി, ഒന്നും കിട്ടിയില്ല. അവസാനമാണ് ഫുൾ പരിശോധിച്ചു. എനിക്കിത് പറയേണ്ട അവസ്ഥ വന്നു. കാരണം എനിക്ക് നിൽക്കാൻ പറ്റണില്ല. കുറേ ഒരു ആഹാരം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഏകദേശം 3 മണിക്കൂർ, 2-2.5-3 മണിക്കൂറെങ്കിലും നിന്നാണ് ഞാൻ അവിടെ. വെളുപ്പിന് സമയമാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞ കൂടി. പിന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു, നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇത്രയും തപ്പി ഫുൾ ബോഡി ബാഗ് എല്ലാം സ്കാൻ ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എഴുതി തന്നു, പൊക്കോളം പറഞ്ഞു. 3 മണിക്കൂറാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പിടിച്ചു നിർത്തി. ലാസ്റ്റാണ് അവരറിയുന്നത്. അവരോട് പറയേണ്ട വന്ന് എനിക്ക്. കാരണം ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടില്ല അവിടെ, ഒരിക്കലും ചെയ്യത്തുമില്ല. ഞാൻ ഈ എന്നും എന്നെ നിരന്തരം വേട്ടയാടുന്നവരുടെ വിചാരം ഞാൻ എന്തോ കള്ളത്തരത്തിന് പോയതാണ്. ഇപ്പം മനസ്സിലായി, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കള്ളത്തരത്തിന് പോയിട്ടില്ല. മീഡിയക്കാർ അറിഞ്ഞുകൊണ്ട് ഞാൻ എത്ര വർഷം പോയി വന്നു. ഒന്നാമത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ചേച്ചി വന്നിറങ്ങിയ ഒരു സമയത്ത് പുറത്തൊരു ദപ്പനും ഫാമിലിയും ഒക്കെ കാത്തു നിൽക്കായിരുന്നു. ഇപ്പം എന്നെ ദ്രോഹിക്കുന്ന ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരുപാട് നേരം കാത്തു നിന്ന് അറിഞ്ഞത് കുഞ്ഞിൻ്റെ കാല് കഴച്ച് കുറേ നേരം. ലുബാപ്പ ഞാൻ എനിക്ക് ഇരിക്കണം, അമ്മ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ, എൻ്റെ കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞു. ചേച്ചി ഈ പറയുന്ന കാര്യം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് വരും എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. എനിക്കത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ഇമോഷണൽ ലെവലാകും. സോ കുറച്ച് ധൈര്യമുള്ള കാര്യം, സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ഡോക്ടേഴ്സ് ആണല്ലോ പറഞ്ഞത്. കാരണം നമ്മൾ മൈൻഡ് ഔട്ട് ആവരുത്. ചേച്ചി വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചേച്ചിക്കും മക്കൾക്ക് ഈ വീട് വെക്കാൻ സ്ഥലം തന്ന നമ്മുടെ ബിഷപ്പ് കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടൻ്റെ ആണ്ടിന് ഈ വീട്ടിൽ വന്ന് ചേച്ചി ക്ഷണിച്ചിട്ട് തന്നെ പെട്ടെന്ന് വന്നതാണോ? ഞാൻ പപ്പായോട് പറഞ്ഞ തിരുമേനി വിളിക്കണം, അങ്ങനെ അദ്ദേഹം വന്നു. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാറിയത്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അന്നത്തെ ആ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ തന്നെ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചേച്ചി അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നൊരു കാര്യമാണ് ഇന്ന് രാവിലെ എയർപോർട്ടിൽ എന്തോ സംഭവം നടന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ഡോക്ടർമാർ പെട്ടെന്ന് വരാൻ ചികിത്സിക്കണമല്ലോ, അതിന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്കറിയാം എയർപോർട്ടിൽ ഓഫീസേഴ്സ് ഉണ്ടല്ലോ കസ്റ്റംസ്, അവരെൻ്റെ പാസ്പോർട്ട് മേടിച്ചു, എൻ്റെ പെട്ടിയെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതെ അവർ ചെയ്യത്തില്ല. അപ്പം എന്നെ ദ്രോഹിക്കുന്ന ആരാന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ ഒരു കാര്യം നിരന്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒരുപാട് ദുബായിലും ബഹറിലും ഒക്കെ ഞാൻ പ്രമോഷനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. ഇതുവരെ ഇന്നീ നിമിഷം വരെ ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് പോലും കള്ളത്തരത്തി രേണുസുതി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ചെയ്തിട്ടുമില്ല. പക്ഷെ ഇത്രയും അസുഖമായിട്ട് ക്ഷീണമായിട്ട് വന്നിട്ട് പോലും അവരറിഞ്ഞില്ല, അവർക്കറിയില്ലായിരുന്നു അസുഖമാണ്. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഉദ്യോഗസ്ഥരാണ്. ഒരു പ്രാവശ്യമല്ല, ഫുൾ ചെക്കപ്പ്, ഫുൾ ബോഡി നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. അവർ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ. ഒരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ചെക്ക് ചെയ്തു, ഒന്നും കണ്ടില്ല. ബാഗ് പരിശോധിച്ചു, ബാഗ് ഇതെല്ലാം ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് പരിശോധിച്ചു. കസ്റ്റംസ് എങ്ങനെയാണ് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഉദ്യോഗസ്ഥരല്ല, ഒരുപാടുണ്ട്. പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. എല്ലാം അരിച്ച് പെറുക്കി,
ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അവരോട് സംസാരിച്ചതും അവരറിഞ്ഞ്, കാര്യങ്ങൾ അവരറിഞ്ഞ്. കാരണം ഒന്നും കിട്ടിയില്ല. അവസാനമാണ് ഫുൾ പരിശോധിച്ചു. എനിക്കിത് പറയേണ്ട അവസ്ഥ വന്നു. കാരണം എനിക്ക് നിൽക്കാൻ പറ്റണില്ല. കുറേ ഒരു ആഹാരം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഏകദേശം 3 മണിക്കൂർ 2-2.5-3 മണിക്കൂറെങ്കിലും നിന്നാണ് ഞാൻ അവിടെ. വെളുപ്പിന് സമയമാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞ കൂടി. പിന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു, നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇത്രയും തപ്പി ഫുൾ ബോഡി ബാഗ് എല്ലാം സ്കാൻ ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. സോ എഴുതി തന്നു, പൊക്കോളം പറഞ്ഞു. 3 മണിക്കൂറാണ് ഒരു ക്യാൻസർ പേഷ്യന്റിനെ പിടിച്ചു നിർത്തി. ലാസ്റ്റാണ് അവരറിയുന്നത്. അവരോട് പറയേണ്ട വന്ന് എനിക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയേണ്ട അവസ്ഥയായി. എനിക്ക് ഒരുപാട് പിന്നെ അവർ വെള്ളമൊക്കെ എടുത്ത് തന്ന് പറഞ്ഞു കുഴപ്പമില്ല, എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടില്ല അവിടെ, ഒരിക്കലും ചെയ്യത്തുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാളുടെ ഒരു സാധനം എടുക്കാൻ നമുക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഇത്രയും വലിയ കള്ളത്തരം ചെയ്യത്തില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്തവണ പോയത് മീഡിയക്കാരൊന്നും പറഞ്ഞിട്ടില്ല, തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്നും എന്നെ നിരന്തരം വേട്ടയാടുന്നവരുടെ വിചാരം ഞാൻ എന്തോ കള്ളത്തരത്തിന് പോയതാണ്. ഇപ്പം മനസ്സിലായി, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കള്ളത്തരത്തിന് പോയിട്ടില്ല. മീഡിയക്കാർ അറിഞ്ഞുകൊണ്ട് ഞാൻ എത്ര വർഷം പോയി വന്നു. ഇത്തവണ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു, പ്രൊമോഷൻ വന്നു, പെട്ടെന്ന് പോയി. 2 ചെറിയ പ്രൊമോഷൻസ് ആണ്, പോയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. മീഡിയക്കാരൊന്നും അറിയിക്കാതാണ് പോയത്. ഇനോഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു, എല്ലാ പ്രാവശ്യം ഇനോഗ്രേഷനാണ് പോകുന്നത്. സോ അതുകൊണ്ടാണ് മീഡിയക്കാരെ അറിയിക്കാതെ ഞാൻ പെട്ടെന്ന് പോയി. പിന്നെ അത് തന്നെയല്ല, എന്തിനാ വെറുതെ ഓരോ കള്ളക്കടത്താണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ കേൾക്കുന്നില്ലേ. അപ്പം എന്തിനാണ് ഇതൊക്കെ അറിയിച്ചുകൊണ്ട് പോയാൽ വീണ്ടും അത് ഒന്നാമത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതായത് മറ്റൊരു ആശുപത്രി, നീ ആശുപത്രിയോട് നമ്മൾ ചെക്കപ്പ് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടാണ് ഞാൻ പോയത്, റിപ്പോർട്ടുകളൊക്കെ. അവിടെ ചെന്നപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴല്ലേ അതൊക്കെ കിട്ടത്തുള്ളൂ, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എന്തിനാണ് വെറുതെ അറിയിച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ എന്തിനാണ് ഇത് കേൾക്കുന്നത് എന്നോർത്താണ് ഞാൻ മിണ്ടാതെ വന്നത്. പക്ഷെ അത് പറയേണ്ട അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു കള്ള ഇൻഫർമേഷൻ കൊടുത്തു. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ കള്ളത്തരം ചെയ്യൂല. ഇനിയിപ്പോൾ എന്തവസ്ഥ വന്നാലും ഞാൻ കള്ളത്തരത്തിലൊന്നും നേടുന്ന ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യൻ്റെയും. ഒരിക്കലും ഇങ്ങനെയുള്ള ആർക്കും വരുത്തല്ല എന്നെ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ്. ഞാൻ ഇനിയും കമൻസ് നോക്കുന്നില്ല. കാരണം എനിക്ക് നാളെ തൊട്ട് ചികിത്സ ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ക്യാൻസർ വന്ന ചിലപ്പം നിങ്ങളുടെ അച്ഛൻ കാണും, അമ്മ കാണും, സഹോദരങ്ങൾ കാണുമായിരിക്കും. അനുഭവം ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ അനുഭവിച്ചത് നിങ്ങൾക്കറിയാം, ആ വേദന. അപ്പം അത് ഞാനത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് തകർന്നു പോകും, നെഗറ്റീവ് കമൻസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കമൻസ് ഒന്നും നോക്കാൻ വരുന്നില്ല. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എനിക്ക് മുന്നോട്ട് ജീവിക്കണം. ചേച്ചി ഇപ്പം ഒരു 3 മണിക്കൂറോളം പിടിച്ചു നിർത്തി ടോർച്ചർ ചെയ്തിട്ടും ആരാണ് ഈ ഒരു പരാതി കൊടുത്തത് എന്ന് അറിയാനായിട്ട് പരാതി എന്തെങ്കിലും? ഞാൻ ചോദിച്ചില്ലടാ, അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. പക്ഷെ കാരണം ഞാൻ സത്യസന്ധമായിട്ട് ഞാനവിടെ അതും നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്രയും കസ്റ്റംസ് ഓഫീസേഴ്സ് ആരാണല്ലോ ഒന്ന് പതറിയില്ല. ഞാനവിടെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം, രണ്ടാമത് ഇനിയും ചെക്ക് ചെയ്യണോ, ചെക്ക് ചെയ്തോളൂ. നിങ്ങൾക്കറിയാം എയർപോർട്ടിൽ അതുപോലെ സ്കാനിങ് ആണ് ചെയ്യണം. എല്ലാം ഡ്രസ്സും എല്ലാം ബാഗും എല്ലാം എടുത്തിട്ട് സ്കാൻ ചെയ്തു. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്. പക്ഷെ നമ്മളോട് ഈ ദ്രോഹം ചെയ്ത ആരാണെന്ന് അറിയാം. നമ്മൾ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവരല്ല. എനിക്കറിയില്ല അവരെന്താണ് ഇങ്ങനെ, അറിയില്ല. ചേച്ചി വന്നിറങ്ങിയ ഒരു സമയത്ത് പുറത്തൊരുതപ്പനും ഫാമിലിയും ഒക്കെ കാത്തു നിൽക്കായിരുന്നു. ഒരുപാട് നേരം കാത്തു നിന്നെന്ന് അറിഞ്ഞത്. കുഞ്ഞിൻ്റെ കാല് കഴിച്ച് കുറേ നേരം. ചേച്ചിയുടെ ഹസ്ബൻഡാണ് പറഞ്ഞത്, രേണു കുഞ്ഞിൻ്റെ കാല് കഴിച്ചിട്ട് അവൻ പറഞ്ഞ ചേട്ടാപ്പി അല്ല, അവൻ വിളിക്കുന്ന ലുബാ പപ്പ എന്നാ. ലുബാ പപ്പ, എനിക്ക് ഇരിക്കണം, അമ്മ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ, എൻ്റെ കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർക്ക് മനസ്സിലായി നമ്മുടെ കയ്യിൽ കള്ളത്തരമില്ലെന്ന് മനസ്സിലായപ്പം അവർക്ക് തന്നെ എന്താ പറയുക, പെട്ടെന്ന് വിടാം, എല്ലാം ക്ലിയർ ആക്കട്ടെ, കുറച്ചുകൂടെ നേരമുണ്ട്, 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പം കോള് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പം പറഞ്ഞു, ഈ പരാതി കൊടുത്ത ആൾക്കെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്കത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നെപ്പോലെ തന്നെ ഈ കാണുന്നവർക്കറിയാം അത് ആരാണ്, എവിടെ നിന്നാണ് മെയിൽ വന്നെങ്കിലും അതറിയാം. കാരണം ഇത്രയും നാളും അങ്ങനെ എന്നെ കസ്റ്റംസ് ഇതുപോലെ എന്നെ പരിശോധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. പക്ഷെ ഇപ്പം മീഡിയ അറിയാതെ ഞാൻ പോയത് കൊണ്ടാവോ
എന്താ അറിയില്ല, ഇങ്ങനൊരു പരാതി ആര് കൊടുത്താലും പക്ഷെ അവർ മോശമാണ് കാണിച്ചത്. ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ചേച്ചിക്ക് മക്കൾക്ക് ഈ വീട് വെക്കാൻ സ്ഥലം തന്ന നമ്മുടെ ബിഷപ്പ് കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടൻ്റെ ആണ്ടിന് ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ ഓഡിയൻസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ചേച്ചി ക്ഷണിച്ചിട്ട് തന്നെ പെട്ടെന്ന് വന്നതാണോ അദ്ദേഹം? ഞാൻ പപ്പായോട് പറഞ്ഞ തിരുമേനി വിളിക്കണം, അങ്ങനെ അദ്ദേഹം വന്നു. ഇതുപോലെ ഇന്ന് വന്ന് എന്നെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച്, അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാറിയത്. അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണ് വന്ന്. ഞങ്ങൾ പറഞ്ഞു, ചേച്ചി പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കണം. അദ്ദേഹം വന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടില്ല, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സത്യം ഈ പ്രേക്ഷകരുടെ എല്ലാവരുടെ മുന്നിൽ പറയാം, ഞാൻ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അന്നത്തെ ആ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഇന്ന് അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തോട്, നിങ്ങൾക്കറിയാം ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലി, അദ്ദേഹത്തോട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം എന്നെ ഇവിടെ വന്ന് സുധിലയത്തിൽ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അതെൻ്റെ ലൈഫിലെ ഒരു വലിയൊരു മാറ്റമായി വരട്ടെ. അദ്ദേഹം ആ ഫാദർ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പ്രാർത്ഥന സുധിച്ചേട്ടന് വേണ്ടിയിട്ടായാലും ചേച്ചിക്ക് വേണ്ടി അനുഗ്രഹം തന്നപ്പോഴും ചേച്ചിക്ക് എന്താ തോന്നി? എനിക്ക് വളരെ, ഞാൻ പറഞ്ഞില്ലേ, ദൈവികമായിട്ടുള്ളൊരു സന്തോഷമാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, മനുഷ്യരുടെ സമയത്ത് മനുഷ്യർ പലവിധ ചിന്തകളാലും പല സിറ്റുവേഷനിലും നമ്മൾ ഓരോരുത്തർ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. പക്ഷേ അത് ഞാനിപ്പം ദുഃഖിക്കുന്നു, എന്നോട് ക്ഷമിക്കുക, അത്രയോ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ചേച്ചീനെയും ബിഷപ്പിനെയും തമ്മിൽ തല്ലിക്കാനായിട്ട് ഒരുപാട് പേര് ഒരുപാട് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. വരട്ടെ എന്ന് നമ്മൾ അന്നും പറഞ്ഞായിരുന്നു. അതെ, അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോൾ ആളെ ഓടി വരികയും ചേച്ചിനെ അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു മനസ്സിനെ, അത് വലിയൊരു മനസ്സാണ്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും, പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ട്. ആ മനസ്സാണ് നമ്മളിന്ന് കണ്ടത്, ഞാൻ കണ്ടത്. ഇത് ഒരിക്കലും എന്നെ പറയാം, ഒരിക്കലും അത് ഇനി ഇതിൻ്റെ ഇടയിൽ വന്ന് ഇതിനും കമൻറ്റ് പറയുന്നവരടുത്ത് നമുക്കൊന്നും പറയല്ല. പക്ഷെ അത് ദൈവികമായിട്ടുള്ള യഥാർത്ഥ സ്നേഹമാണ്. അദ്ദേഹം വന്ന് ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ഫാദർ, എൻ്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്, ക്ഷമിക്കുക. അദ്ദേഹം കുഴപ്പമൊന്നുമില്ല മോളെ, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച്. ചേച്ചി ഇപ്പം അദ്ദേഹത്തിനോട് സോറിയൊക്കെ പറഞ്ഞു, നന്നായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ചേച്ചിനോട് പറഞ്ഞു? അദ്ദേഹം അങ്ങനെ തന്നെ, രേണു എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കും പിണക്കമൊന്നുമില്ല കേട്ടോ. ഞാനും പറഞ്ഞു, എനിക്കും ഫാദറിനോട് പിണക്കമില്ല, ക്ഷമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാലെ തൊടാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൊടണ്ട, കാലെ തൊണ്ട എഴുന്നേറ്റോ, എനിക്കും പിണക്കമില്ല കേട്ടോ രേണു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നല്ലേ? സത്യം, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് കാണിക്കേണ്ടെന്നാണ് ഓർത്തത്. പക്ഷെ ആ സന്തോഷത്തിൽ അദ്ദേഹവും സമ്മതിച്ചു. അദ്ദേഹവും പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാം, സന്തോഷമല്ലേ, മോനെ കൂട്ടി ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഇന്നത് പോസ്റ്റും ചെയ്തു. ചേച്ചി ഇനിയും യൂട്യൂബ് ചാനലിൽ ഇനി ഇതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് ആരാധകർ, കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർ ഇനിയും കാണും, എൻ്റെ വീഡിയോസ് കാണും. കാരണം ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവും. എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ്റെ ആൾക്കാർ, അതെ, ഒരുപാട് സബ്സ്ക്രിപ്ഷൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അവരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ്. ഇനിയും ആ സബ്സ്ക്രിപ്ഷൻ തുടരുമോ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മുന്നോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാമല്ലോ, അവരോട് പറയാമല്ലോ. സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ട്രീറ്റ്മെൻറ്റ് പോകാനാണെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ അവരോട് പറയാമല്ലോ. അവരെന്നെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, അവരിപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അവർക്ക് വിഷമമായിരിക്കും, അവർക്കെന്നല്ല കേൾക്കുന്ന എല്ലാവർക്കും വിഷമമായിരിക്കും. ചേച്ചിനെ ഇപ്പം സ്നേഹിക്കുന്നവരായാലും വെറുക്കുന്നവരാരായാലും ഇത് കേൾക്കുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വിഷമമായിരിക്കും. ചേച്ചി ഇനിയിപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ചേച്ചി ഈ പറയുന്ന കാര്യം അറിഞ്ഞിട്ട് കിച്ചു ഇത് അറിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല, അങ്ങനെ വരുന്നെങ്കിൽ അന്ന് എന്താ അറിയില്ല. ഇതിപ്പം ഇത് അവ്യൂഹങ്ങൾ നടന്നെങ്കിലും ഇപ്പം എൻ്റെ വായിൽ നിന്ന് ഇത് കേട്ടിട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല.
ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് ഋതപ്പൻ കൂടെ ഉള്ളതുപോലെ കിച്ചും ഈ സമയത്ത് കൂടെ വേണം എന്നുള്ള ആഗ്രഹം. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, അതിനെപ്പറ്റി പറയുന്നില്ല കൂടുതൽ. എനിക്കത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ഇമോഷണൽ ലെവലാകും. സോ പറയും. കാരണം ഇപ്പം എനിക്ക് മൈൻഡിൽ കുറച്ച് ധൈര്യമുള്ള കാര്യം, സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ഡോക്ടേഴ്സാണല്ലോ പറഞ്ഞത്. കാരണം നമ്മൾ മൈൻഡ് ഔട്ട് ആവരുത്. അവൻ്റെ ഇഷ്ടം ചെയ്യട്ടെ, മീൻസ് കിച്ചുവിൻ്റെ ഇഷ്ടം ചെയ്യട്ടെ. കിച്ചു വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു കുഴപ്പമായിട്ട് ഞാൻ പറയുന്നില്ല. വന്നില്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല, പരാതിപ്പെടാനും ഇല്ല. വന്നാലും ആരോടും ഒന്നും പറയാനില്ല. അപ്പോൾ ഇതറിഞ്ഞിട്ട് ചേച്ചിയുടെ പരിചയമുള്ള ആൾക്കാരായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ വിളിച്ചിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരൊറ്റ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിഷ്മയുടെ ഹസ്ബൻഡാണല്ലോ, എൻ്റെ ചേച്ചിയാണല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ധൈര്യമായിട്ടിരിക്കാനുള്ള, അതുപോലെ ഞാൻ പറഞ്ഞ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെയും വിളിച്ച് എപ്പോഴും എന്നെ ധൈര്യം തരുന്നുണ്ട്. നീ മുന്നോട്ട് പോകണം. ഡോക്ടേഴ്സ് തന്നെ എന്താ പറയുക, നമ്മൾ ഡോക്ടേഴ്സിനെ തന്നെ നമ്മൾ ദൈവത്തെ പോലെ നമ്മൾ വിശ്വസിക്കുന്നു. ആ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ഞാൻ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിൽ ഞാൻ നന്നായിട്ട് വരുമെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയെ ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി ഇപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നാളെ മുതൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഷൂട്ട് കാര്യങ്ങൾ, ഷോർട്ട് ഫിലിം എല്ലാത്തിൽ നിന്നും കുറച്ച് ബ്രേക്ക് എടുക്കണം. കുറേ ഓടിയില്ലടാ, കുറേ തെറി കേൾക്കുകയും എടുക്കാനുള്ള സമയമാണല്ലേ. ഇനി കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഉറക്കമില്ലാണ്ട് ഓടി അങ്ങടി കാസർഗോഡിൽ നിന്ന് കണ്ണൂർക്ക് വരുന്നു, കാസർഗോഡിൽ നിന്ന് ട്രിവാൻഡ്രം വരുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട്. എല്ലാ ഷൂട്ട് എന്താ ചെറിയ ചെറിയ ആൽബങ്ങളായിരിക്കും. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നായിരുന്നു. അപ്പം കുറേ ഓടി, കുറച്ച് നാളൊന്ന് വിശ്രമിക്കട്ടെ, ഞാൻ വിശ്രമിച്ച് ഇരിക്കട്ടെ. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തർ എന്നെ ഒന്ന് വിളിക്കുമ്പോഴും അല്ലെ എന്നെ ഒന്ന് കാണുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് സന്തോഷിക്കട്ടെ. പുറത്ത് പോകുന്നില്ലെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടാണെങ്കിലും എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ എന്നെ രേണു എന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ രേണു നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് കാണുമ്പോഴും ഒക്കെ എനിക്ക് സന്തോഷമായിരിക്കും. ചേച്ചി ഇപ്പം എന്തായാലും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ചേച്ചി എന്തായാലും ഉണ്ടാവും, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ലൈറ്റിൽ നിൽക്കട്ടെ. അതാണ് ഞങ്ങൾക്കും കാണാൻ ആഗ്രഹം. അപ്പം എന്നും ഇതുപോലെ സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റും. സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇതൊക്കെ പെട്ടെന്ന് കടന്നു പോകും, ഇല്ല ഈ സമയവും കടന്നു പോകും. അതുപോലെ എല്ലാം ഒരു ദിവസം ശരിയാവും. ഇപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇനിയും കാണണം, ഇനിയും കാണാൻ പറ്റും. അതിന് മുന്നേ എൻ്റെ പ്രഷർ എടുത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ക്യാൻസർ രോഗികളോ നമുക്ക് ആർക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കണ്ട. നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. ഇപ്പം പറഞ്ഞ പോലെ ഈ സമയം കടന്നു പോകും. നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിനാണ് എന്താ പറയുക ധൈര്യം കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ശരീരത്തിൽ ഫലിക്കത്തുള്ളൂ. അയ്യോ എനിക്ക് ക്യാൻസറാണ് എന്നോർത്തിരിക്കുന്ന ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ അവരൊരിക്കലും തകർന്നു പോകരുത്. തകർന്നു പോയാൽ നമ്മളെ ക്യാൻസർ പിടിക്കും. നമ്മൾ ക്യാൻസറിനെ പിടിച്ച് കളയണം. അപ്പം മുന്നോട്ട് പോവുക. എല്ലാവരും എന്താ പറയുക കഴിവതും ആരെയും ദ്രോഹിക്കാതെ നന്മ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. സന്തോഷത്തോടു കൂടി ഇരിക്കുക. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്തായാലും ചേച്ചി ഉറപ്പായിട്ടും നമുക്കിനി ഇതുപോലെ ഇരിക്കാൻ പറ്റും, ഇതുപോലെ കാണാൻ പറ്റും. സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക ചേച്ചി. എൻ്റെ പ്രാർത്ഥനയിലും എല്ലാവരുടെ പ്രാർത്ഥനയിലും ചേച്ചി എന്തായാലും ഉണ്ടാവും.